അല്ലാമ ഷർവാനി എഴുതുന്നു, ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന സത്യവിശ്വാസമാണ്. പിന്നീട് ആന്തരികമായ ശാരീരിക ആരാധനകളാണ്. അവകൾ ചിന്ത, ക്ഷമ, വിധിയിലും മുൻനിശ്ചയത്തിലുമുള്ള സംതൃപ്തി തുടങ്ങിയവകളാണ് ആന്തരികമായ ശാരീരിക ആരാധന. അത് കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബാഹ്യമായ ശാരീരിക ആരാധനകളാണ്. ബാഹ്യമായ ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠം നിസ്കാരമാണ്. അല്ലാമ ഷർവാനി തൻ്റെ ഗുരുനാഥനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, നിസ്കാരം ബാഹ്യമായ ശാരീരിക ആരാധനകളിൽ ശ്രേഷ്ഠമാകുന്നു. മനുഷ്യൻ തൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളുടെ കൂട്ടത്തിൽ അഥവാ ബാഹ്യമായ ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠം നിസ്കാരമാണ്. 5 നേരത്തെ ഫർള് നിസ്കാരം, അഫ്ളലുഹ സ്വലാത്തുൽ അസർ, അവയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അസർ നിസ്കാരമാണ്. വഹിയ സ്വലാത്തുൽ വുസ്ത, ആ അസർ നിസ്കാരത്തിനെയാണ് അസ്വലാത്തുൽ വുസ്ത എന്ന് പറയപ്പെടുന്നത്. അതുകഴിഞ്ഞാൽ സുബഹി നിസ്കാരവും പിന്നെ ഇഷാവും പിന്നെ ളുഹറും പിന്നെ മഗ്രിബുമാണ്. ഫത്ഹുൽ മുഈൻ ഇത് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി ബഅദ തൗഹീദി അനിസ്വല, പരലോകത്ത് ഖിയാമത്ത് നാളിൽ തൗഹീദിനെക്കുറിച്ച് ചോദിച്ചതിന് ശേഷം പിന്നെ ആദ്യമായിട്ട് ഒരു മനുഷ്യനെ വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെ സംബന്ധിച്ചാണെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ.